ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ടല്ലേ, അവൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അവർ ഇതുവരെ ഒരു മാച്ച് പോലും വിജയിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, അവൾ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അത് ചോദിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ശൈലി. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, അവൾ ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയാന്നുള്ളതല്ലേ. യെസ്, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഇതാണ്, യെറ്റ്. YET. യെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് പ്രധാനമായിട്ട് നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ, ഈ നിമിഷം വരെ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളിത് പറയാൻ നോക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ വാചകം എന്ന് പറയുന്നതായിരുന്നു, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഇത് പറയുന്നത്, ഐ ഹാവൻറ്റ് ഡിസൈഡഡ് യെറ്റ്. ഐ ഹാവൻറ്റ് ഡിസൈഡഡ് യെറ്റ്. ഹാവൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാവ് പ്ലസ് നോട്ടാണ്. ഐ ഹാവൻറ്റ് ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. യെറ്റ് എന്നുള്ള വാക്ക് അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഇതുവരെ, ഈ സമയം വരെ, ഇത്രയും നാളായിട്ടും എന്ന് പറയുന്ന രീതിയാണ് യെറ്റ് എന്നുള്ള ആ ഒരു വാക്ക് അവസാനം ചേർത്ത് കഴിഞ്ഞാൽ ഐ ഹാവൻറ്റ് ഡിസൈഡഡ് യെറ്റ്. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. എങ്ങനെയാ പറയാ? ഐ ഹാവൻറ്റ് ഗോൺ യെറ്റ്. ഐ ഹാവൻറ്റ് ഗോൺ ദെയർ യെറ്റ്. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഐ ഹാവൻറ്റ് ഗോൺ ദെയർ യെറ്റ്. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഈ നേരമായിട്ടും ഇതുവരെ അവൾ എത്തിയിട്ടില്ല, സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, ഇതുവരെ അവൾ എത്തിയിട്ടില്ല. എങ്ങനെയാ പറയാ? ഷീ ഹാസൻറ്റ് റീച്ച്ഡ് യെറ്റ്. ഷീ ഹാസൻറ്റ് റീച്ച്ഡ് യെറ്റ്. അവൾ ഇതുവരെ എത്തിയിട്ടില്ല, അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ഒന്നുകൂടെ പറയാം, ഷീ ഹാസൻറ്റ് റീച്ച്ഡ് യെറ്റ്. ഇവിടെ ഷീ ആയതുകൊണ്ടാണ് ഹാസൻറ്റ് എന്ന് പറഞ്ഞത്. ഐ, യു, ദേ, വി ഒക്കെ ആണെങ്കിൽ ഹാവിൻറ്റും, ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഹാസിൻറ്റും ആണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പല വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷീ ഹാസൻറ്റ് റീച്ച്ഡ് യെറ്റ്. അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇറ്റ് ഇസ് 8 o'clock നൗ. 8 മണിയായിട്ടുണ്ട്. ഷീ ഹാസൻറ്റ് റീച്ച്ഡ് യെറ്റ്. അവൾ ഇതുവരെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ എങ്ങനെ പറയാണ്, അവരിതുവരെ ഒരു മത്സരം പോലും ജയിച്ചിട്ടില്ല. ആ ടീം ഇങ്ങനെ കളിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒരു മത്സരം പോലും അവർ ജയിച്ചിട്ടില്ല. ഇതെങ്ങനെയാ പറയാ? ദേ ഹാവൻറ്റ് വോൺ എ സിംഗിൾ മാച്ച് യെറ്റ്. They haven't won a single match yet. അവർ ഇതുവരെ ഒരു മാച്ച് പോലും വിജയിച്ചിട്ടില്ല. They haven't won a single match yet. They haven't won a single match yet. സിംഗിൾ മാച്ച് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മത്സരം പോലും അവർ ഇതുവരെ ജയിച്ചിട്ടില്ല. They haven't won a single match yet. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല, നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല, നമ്മൾ തമ്മിലെ ബന്ധം അങ്ങനെയായിരുന്നോ, നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, ഈ സമയം വരെ, ഇത്രയും നാളായിട്ടും ഒക്കെ അർത്ഥമുണ്ട് ഇവിടെ. യു ഹാവൻറ്റ് ടോൾഡ് മീ യെറ്റ്. യു ഹാവൻറ്റ് ടോൾഡ് മീ യെറ്റ്. നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.